നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. BJP നേതാക്കളായ നരേന്ദ്രമോദിയും അമിത്ഷായും തെരഞ്ഞെടുപ്പിന്റെ മറവിൽ ഓഹരി വിപണിയിൽ തട്ടിപ്പ് നടത്തിയെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാഹുലിന്റെ ആരോപണം. ജൂൺ 4-ന് സ്റ്റോക്ക് മാർക്കറ്റ് റെക്കോർഡ് സൃഷ്ടിക്കുമെന്ന് മോദിയും അമിത്ഷായും പറഞ്ഞു. സ്റ്റോക്കുകൾ വാങ്ങിവെക്കാനും ആവശ്യപ്പെട്ടു. എന്നാൽ ജൂൺ 1-ന് വ്യാജ എക്സിറ്റ് പോൾ വരികയും ജൂൺ 4-ന് കോടികളുടെ നഷ്ടമുണ്ടായെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണ് നടന്നതെന്നും JPC അന്വേഷണം വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. നഷ്ടപ്പെട്ടത് സാധാരണക്കാരുടെ പണമാണ്. സ്റ്റോക്ക് മാർക്കറ്റ് അഴിമതിയാണ് നടന്നതെന്നും ഇതിൽ മോദിക്കും അമിത്ഷാക്കും പങ്കുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് അഴിമതി ആരോപണം തെറ്റെന്നും തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ നിരാശയിലാണ് രാഹുലെന്നും BJP നേതാവ് പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്നും മാർക്കറ്റിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. ഉത്തരാഖണ്ഡിൽ മോശം കാലാവസ്ഥയെ തുടർന്ന് വഴിതെറ്റി 2 മലയാളികളടക്കം ട്രക്കിംഗ് സംഘത്തിലെ 5 പേർ മരിച്ചു. വഴിതെറ്റിപ്പോയ 4 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. 13 പേരെ ബുധനാഴ്ച വൈകുന്നേരത്തോടെ രക്ഷപ്പെടുത്തി. വ്യോമസേനയുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. കർണാടക മൗണ്ടനിങ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് 22 അംഗ സംഘം ട്രക്കിങ്ങിന് പോയത്. ബാംഗ്ലൂരിലെ ജാക്കൂരിൽ താമസിക്കുന്ന കന്യാകുമാരി തക്കല സ്വദേശി ആശാ സുധാകരൻ, പാലക്കാട് ചെർപ്പുള സ്വദേശി VK സിന്ധു എന്നിവരുടേതടക്കം 5 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണത്തിൽ ഇനി വിട്ടുവീഴ്ചയില്ലെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. എല്ലാം മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇനി ചർച്ചയില്ലെന്നും ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷകർ എത്തുമ്പോൾ ഇൻസ്ട്രക്ടർമാർ നിർബന്ധമാണെന്ന പുതിയ നിബന്ധനയിൽ പിന്മാറില്ലെന്നും മന്ത്രി അറിയിച്ചു. ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണം സംബന്ധിച്ച മന്ത്രി നടത്തിയ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാത്തതിലും ഉത്തരവിൽ പുതിയ വ്യവസ്ഥകൾ കൂട്ടിച്ചേർത്തതിലും പ്രതിഷേധിച്ച് CITUവിൻ്റെ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ 10 മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാലം സമരം തുടങ്ങാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിലാണ് ഗണേഷ് കുമാറിന്റെ പ്രതികരണം. 8,000-ലേറെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ശമ്പളം മുടങ്ങിയതായി റിപ്പോർട്ട്. ട്രാൻസ്ഫർ പരിധിയിലുള്ള ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ ശമ്പളമാണ് മുടങ്ങിയത്. ട്രാൻസ്ഫർ ചോദ്യം ചെയ്ത് ഇവർക്ക് ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്താത്തതാണ് ശമ്പളം മുടങ്ങാനുള്ള കാരണം. ഇനി 11-ാം തീയതിയാണ് കേസ് പരിഗണിക്കുന്നത്. LDFന് നേട്ടമുണ്ടായില്ലെങ്കിലും ഇടതുപക്ഷത്തിന് ഒരു ശതവും ഉണ്ടായിട്ടില്ലെന്ന് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ പറഞ്ഞു. എന്തെങ്കിലും തരത്തിലുള്ള പിശകുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകുമെന്നും ജയരാജൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് സർക്കാരിൻ്റെ വിലയിരുത്തലല്ലെന്നും ദേശീയ രാഷ്ട്രീയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും പറഞ്ഞ ജയരാജൻ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞത് ഇടത് അടിത്തറയെ ബാധിക്കുന്ന വിഷയമല്ലെന്നും വ്യക്തമാക്കി. കേരളത്തിലെ ജനങ്ങൾ BJPയെയും RSSനെയും ശക്തമായി എതിർക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ടയിൽ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് തോറ്റതിൻ്റെ പശ്ചാത്തലത്തിൽ പാർട്ടി വോട്ടിലെ ഗണ്യമായ ചോർച്ചയിൽ അന്വേഷണമുണ്ടായേക്കും. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി രാജു എബ്രാഹാം വ്യക്തമാക്കി. ചില മേഖലകളിൽ പ്രതീക്ഷിച്ച വോട്ടുകൾ കിട്ടാതെ പോയി. അത് അന്വേഷിക്കുമെന്ന് രാജു എബ്രാഹാം അറിയിച്ചു. UDF തരംഗത്തിൽ തിരിച്ചടിയുണ്ടായെന്ന് പ്രാഥമികമായി പറഞ്ഞെങ്കിലും പരാജയ കാരണം കർശനമായി പരിശോധിക്കണമെന്ന നിലപാടിലാണ് തോമസ് ഐസക്. സംഘപരിവാറിനെ നേരിടാൻ കോൺഗ്രസ്സാണ് നല്ലതെന്ന് മലയാളികൾ ചിന്തിച്ചെന്നും അതാണ് കോൺഗ്രസിൻ്റെ മുന്നേറ്റത്തിന് കാരണമെന്നും INL സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. അതേസമയം കോൺഗ്രസ് വോട്ട് മറിച്ചാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതെന്നും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വോട്ട് ചോർന്നെന്നും അദ്ദേഹം പറഞ്ഞു. ലീഗിലേക്ക് പോകുമെന്നത് വാസ്തവവിരുദ്ധമാണെന്നും കുട്ടിക്കാലം മുതൽ താൻ ഇടത് അനുഭാവിയാണെന്നും അഹമ്മദ് ദേവർകോവിൽ വ്യക്തമാക്കി. ഇടതുമുന്നണിയുടെ കനത്ത തോൽവിയിൽ CPMനെ ശക്തമായി വിമർശിച്ച് യാക്കോബായ സഭ. നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കുറിലോസ് 2ാം പിണറായി സർക്കാരിന് നിലവാര തകർച്ചയാണ്. എന്നാൽ ഇനിയും പാഠം പഠിച്ചില്ലെങ്കിൽ ബംഗാളിൻ്റെയും ത്രിപുരയുടെയും ഗതി വരുമെന്ന് ഗീവർഗീസ് മാർ കുറിലോസ് ഫേസ്ബുക്കിൽ കുറിച്ചു. താൻ കേരളത്തിനെ പ്രതിനിധീകരിക്കുന്നയാളാണെന്നും ഒരു പ്രദേശത്തിൻ്റെ പ്രതിനിധിയാക്കേണ്ടതില്ലെന്നും നിയുക്ത MP സുരേഷ് ഗോപി പറഞ്ഞു. എയിംസ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ദില്ലി വിമാനത്താവളത്തിൽ മലയാളി BJP പ്രവർത്തകരുടെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
മുരളീധരനെ അനുനയിപ്പിക്കാൻ കോഴിക്കോട്ടെ വീട്ടിലെത്തി KPCC അധ്യക്ഷൻ K. സുധാകരൻ. മുരളീധരനെ തിരിച്ചു കൊണ്ടുവരുമെന്നും അത് ഞങ്ങളുടെ എല്ലാവരുടെയും ബാധ്യതയാണെന്നും K. സുധാകരൻ പ്രതികരിച്ചു. മുരളീധരൻ ഒരാവശ്യവും ഉന്നയിച്ചിട്ടില്ല. എങ്കിലും എന്ത് പദവി നൽകണമെന്ന കാര്യം പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കും. മുരളീധരനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു K. സുധാകരൻ. മലപ്പുറം AR നഗർ സഹകരണ ബാങ്കിൽ ക്രമക്കേടിൽ 4 ആഴ്ചക്കകം മറുപടി നൽകാൻ EDക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. നിക്ഷേപകനായ ഫൈസൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുൻ മാനേജർ പ്രസാദ് EDക്ക് പരാതി നൽകിയിരുന്നു. പാനൂർ ബോംബ് സ്ഫോടന കേസിലെ 1-ാം പ്രതി ബിനീഷ് അറസ്റ്റിൽ. ബോംബ് നിർമ്മാണത്തിന് മുഖ്യ സൂത്രധാരൻ ബിനീഷാണെന്ന് പോലീസ് പറയുന്നു. ഇയാളുടെ വീട്ടിന് തൊട്ടടുത്തുള്ള നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലാണ് ബോംബ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതോടെ കേസിലെ മുഴുവൻ പ്രതികളും അറസ്റ്റിലായി. 2-ാം പ്രതി ഷെറിൻ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. സ്ഫോടനത്തിൽ പരിക്കേറ്റ് കോയമ്പത്തൂർ ചികിത്സയിലായിരുന്ന ബിനീഷ് ആശുപത്രി വിട്ടതോടെയാണ് അറസ്റ്റ്. ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ കൊളവല്ലൂരിലെയും പാനൂരിലെയും ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള പകയാണെന്നാണ് പോലീസ് പറയുന്നത്. കേരളത്തെ ബാലസൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. വീട്, സ്കൂൾ, കടകൾ, ഷോപ്പിംഗ് മാളുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ എല്ലായിടത്തും കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. കുഞ്ഞുങ്ങളുടെ അവകാശം സംരക്ഷിക്കാനാണ് വനിതാ ശിശുവികസന വകുപ്പ് പരിശ്രമിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. അംഗൻവാടി പ്രവേശനോത്സവം സംസ്ഥാനതല ഉദ്ഘാടനവും അങ്കണ പൂമഴ പുസ്തകങ്ങളുടെ പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ പ്രജ്വൽ രേവണ്ണയ്ക്ക് ജാമ്യമില്ല. ജനപ്രതിനിധികളുടെ പ്രത്യേക കോടതി പ്രജ്വലിനെ 4 ദിവസത്തേക്ക് കൂടി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഈ മാസം 10 വരെയാണ് പ്രജ്വലിന്റെ കസ്റ്റഡി കാലാവധി. ഹാസനിൽ നിന്ന് ഇത്തവണ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച പ്രജ്വൽ കോൺഗ്രസിന്റെ ശ്രേയൽ പട്ടേൽ ഗൗഡയോട് തോറ്റിരുന്നു. 40% കമ്മീഷൻ സർക്കാർ എന്ന് കഴിഞ്ഞ BJP സർക്കാരിനെ വിമർശിച്ച കേസിൽ രാഹുൽ ഗാന്ധി നാളെ ബാംഗ്ലൂർ കോടതിയിൽ ഹാജരാകും. സിദ്ധരാമയ്യയും DK ശിവകുമാറും കേസിൽ പ്രതികളാണ്. ഇവർക്ക് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ സിറ്റി സിവിൽ ആൻഡ് സെഷൻ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. അന്ന് രാഹുൽ ഹാജരാക്കാതെ ഇരുന്നതിനാൽ 7-ന് ഹാജരാകാൻ സമൻസ് അയക്കുകയായിരുന്നു. ഇവിടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.